ഞാനിപ്പോൾ നിൽക്കുന്നത് കോട്ടയത്ത് RTO ഓഫീസിലാണ്. ഇന്ന് രാവിലെ മുതൽ ഇവിടെ ഒരു പ്രക്ഷോഭമാണ് ഇവിടെ കണ്ടുവരുന്നത്. അഥവാ ട്രാഫിക് നിർദ്ദേശപ്രകാരം തന്നെ അദാലത്ത് ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ആർക്കെങ്കിലും ട്രാഫിക്കുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട് എങ്കിൽ അവർക്ക് ഇന്ന് രാവിലെ മുതൽ ഇവിടെ വരാം. അവർക്ക് ടോക്കൺ കൊടുക്കും. അതിന്റെ അടിസ്ഥാനത്തിൽ അദാലത്താണ്. അഥവാ 500 രൂപയാണ് അവരുടെ പെറ്റിയുണ്ടെങ്കിൽ അതിന് 250 രൂപ അടച്ചാൽ മതി എന്നതിന്റെ നിർദ്ദേശം ട്രാഫിക് ആധികാരികമായി കൊടുത്തു എന്നാണ് അറിയാൻ സാധിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ വന്ന 500ഓളം പേർക്ക് അതിന്റെ കൂപ്പൺ കൊടുത്തു, ടോക്കൺ കൊടുത്തു. പക്ഷെ അതിനുശേഷം അകത്ത് പോയപ്പോൾ എന്താണോ തുക, ആ തുക OTP വരുന്ന അനുസരിച്ച് അടയ്ക്കണമെന്നതാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ നടക്കുന്നത്. അകത്ത് കയറി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആളുകൾ പുറത്ത് വരുന്നതനുസരിച്ച് നമുക്ക് അവരുടെ അഭിപ്രായം തരുന്നത്. ഈ പറഞ്ഞതുപോലെ സർക്കാരിന്റെ അടിസ്ഥാനത്തിൽ അദാലത്ത് വരുമ്പോൾ സ്വാഭാവിക പ്രതീക്ഷയോട് കൂടിയാണ് പല ആളുകളും വന്നത്. ദൂര സ്ഥലങ്ങളിൽ നിന്ന് ആകുമ്പോൾ ആളുകൾ ഈ ഒരു ആധികാരികമായി ആയതുകൊണ്ട് തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് തന്നെ അതിലേക്ക് പോവാം. എങ്ങനെ സംഭവം കാരണം എന്താണ്? അതൊരു 3 ദിവസം ഇവിടെ പത്രത്തിലുണ്ടായിരുന്നു. അപ്പൊ അതിന് പ്രകാരം ഇവിടെ എത്തിച്ചേർന്നതാണ്. അപ്പൊ എത്തിച്ചേർന്നപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടയ്ക്കേണ്ട തുക അതുപോലെ തന്നെ അടയ്ക്കണം. അതിനകത്തൊരു വ്യത്യാസം ഉണ്ടാകത്തില്ല. പിന്നെ നമ്മുടെ കോടതിയുടെ പരിധിയിലുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ അടയ്ക്കാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ അദാലത്തെന്ന് ഉദ്ദേശിക്കുന്ന സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു 1000 രൂപ ഒരു ഫൈനായി കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അടയ്ക്കാൻ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുന്ന എറണാകുളത്തുള്ള അതുപോലെ തന്നെ കോട്ടയത്തുള്ള പല ആളുകളും ഇവിടെ എത്തിച്ചേർന്നായിരുന്നു. അവരെല്ലാവരും ഈ ഒരു എമൗണ്ടിന്റെ ആ ഒരു വ്യത്യാസമില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പൊ അതിന് പകരം അവർക്ക് അദാലത്തെന്ന് വെക്കേണ്ടായിരുന്നു. അതിന് പകരമായിട്ട് അവർക്ക് ആ ഇത് അടയ്ക്കാനുള്ള ഫൈൻ അടയ്ക്കാനുള്ള ഒരു അവസരം തീർച്ചയായിട്ടും അതൊരു പറ്റിക്കലായിരുന്നു. വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്ത് നിന്ന് ഒരാൾക്കാര് ഇന്നലെ തിരിച്ചവരുണ്ട്. ഇവിടെ വന്ന് റൂം എടുത്ത് ആ റൂമിന്റെ പൈസ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു പെറ്റിയും കൂടെ അടയ്ക്കായിരുന്നു. ഇപ്പൊ എത്ര പേർക്ക് 500 പേർക്ക് ടോക്കൺ കൊടുത്തു എന്ന് പറഞ്ഞു. അതെങ്ങനെ ടോക്കൺ ക്യാഷ് അടിസ്ഥാനത്തിലായിരുന്നു? അല്ലല്ല, അത് അവര് രാവിലെ വന്നവർക്ക് 1 മുതൽ 250 വരെ ഉച്ചവരെയും പിന്നെ അതിനുശേഷം വന്നവർക്ക് 250 മുതൽ 500 വരെ വൈകുന്നേരവും അങ്ങനെയാണ് അവർ കൊടുത്തത്. നമുക്ക് ഈ ഒരു പുള്ളി നമ്മുടെ കൂടെ വന്നതാണ്. പുള്ളി ഓൾറെഡി ടോക്കൺ എടുത്ത് 205 ആയിരുന്നു. രാവിലെ 10:30 വന്നിട്ടാണ് ഈ 2 പെറ്റി ഇപ്പോഴാണ് അടച്ചു. അതെ, ഇപ്പൊ 2 പെറ്റിയായിട്ട് അടച്ചു തീർന്നു. ഇനി ഒരു പെറ്റി കിടക്കുകയാണ്. ഇനി അത് വെർച്വൽ കോർട്ടിൽ പോയാണ് അടച്ചാൽ മതി. അത് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇവിടെ വന്നത്. നോക്കിയപ്പോ ഒരു കുറവില്ല, അതേ പൈസ തന്നെ അടയ്ക്കണമെന്നാണ് പറയുന്നത്. അവരോട് ചോദിക്കുമ്പോഴും പൈസ ഒന്നും കുറയ്ക്കുന്നില്ല, നിങ്ങൾ അതേ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് തന്നെ അടയ്ക്കേണ്ടി വരും. ഇവിടെ അക്ഷയ വഴി വേണമെങ്കിലും പോയി അടയ്ക്കാവുന്നതാണ്. പിന്നെ ഇവിടെ ഇപ്പോ ഈ ഒരു ഓർഡർ കൊടുത്തതിന്റെ ഉദ്ദേശം അക്ഷയ വഴി അടയ്ക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ചോദിച്ചില്ലായിരുന്നു? അത് ചോദിച്ച് അങ്ങനെ അവരൊരു കാര്യം പറയുന്നില്ല, വെളിപ്പെടുത്തി പറയുന്നില്ല. അങ്ങനെ ചോദിച്ചിട്ട് അവരതേ പറയുന്നുള്ളൂ. മറുപടി ഇതേ പൈസ ഇതേ എമൗണ്ട് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് MVD ഓഫീസർമാരൊക്കെ പറയുന്നത്. വേറെ പ്രത്യേകിച്ച് അതിനുള്ള കാരണം തരുന്നില്ല. ഇപ്പൊ വന്ന് എല്ലാവരും അടച്ചോ അതോ അവര് തിരിച്ചു പോയിട്ടുണ്ടോ? ഏകദേശം ഇപ്പം 750 ടോക്കൺ അടുപ്പിച്ചായിട്ടുണ്ട് കൊടുത്തത്. അതിലിപ്പോ 500 വരെ വിളിക്കുന്നുള്ളു. അതായത് രാവിലത്തത് ഒരു 250 പേരെ ഇപ്പൊ MVD പറഞ്ഞിട്ടാണ് പോയത്. 250 പേരുള്ളവരെ നിൽക്കാൻ പറഞ്ഞിട്ടുള്ളു. ബാക്കിയുള്ളവർ ഉച്ചയ്ക്ക് വരിക. അതായത് 250 മുതൽ 500 വരെ ഉച്ചയ്ക്ക് വന്ന് അടയ്ക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും ഈ ദൂര സ്ഥലത്ത് വന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തമ്പടിച്ച് നിൽക്കുകയാണ്. ഇനി അവിടെ നിൽക്കുകയാണ്, ആൾക്കാർ അവിടെ നിൽക്കുകയാണ്. ദൂര സ്ഥലത്ത് നിന്ന് വന്നവർ ഇപ്പോഴും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവരെ മുമ്പോട്ട് അറിയാതെ നിൽക്കുകയാണ്. ആരോടെങ്കിലും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അവർ പറയും അവിടെ നിന്ന് പറയേണ്ട കാര്യമില്ല, താഴോട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ സുഖമായിരിക്കും. ടോക്കൺ ഇല്ല, ടോക്കൺ കൊടുക്കുന്ന നിർത്തിവെച്ചു. ആൾക്കാർ ഈ കംപ്ലൈന്റ് പറഞ്ഞ കാരണം ടോക്കൺ കൊടുക്കുന്നത് ഇപ്പൊ നിർത്തിവെച്ചിട്ടുണ്ട്. ടോക്കൺ എടുത്ത പല ആളുകളും ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. പലവരും തിരിച്ചു പോയവരും ഉണ്ട്. നമ്മൾ അഞ്ഞാറോട്ടിന്ന് പറഞ്ഞത് ഈ വീഡിയോ എന്താണ് പറഞ്ഞത്. അവിടെ ചെന്നപ്പോ അവര് പറയുന്നത് 500 പേർക്ക് ടോക്കൺ ഉള്ളത്. നമ്മള് വെയിറ്റ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ അവര് പറഞ്ഞ പെറ്റിക്ക് ഇളവൊന്നുമില്ല, അതേ പെറ്റി പൈസ അടച്ചാലേ പറ്റുള്ളൂ. ഇങ്ങനെ നമ്മൾ ഓൺലൈൻ വഴി അടച്ചാൽ പോയി. നമ്മളെ കേസ് കോർട്ടിൽ വന്നിട്ടില്ല. നമുക്ക് വെഞ്ഞാറോട് അക്ഷയ വഴിയോ അല്ലെങ്കിൽ ജനസേവ കേന്ദ്രം വഴിയോ നമുക്ക് അടയ്ക്കാന്നുള്ളത്. നമ്മൾ പിന്നെ പെറ്റിയിൽ എന്തെങ്കിലും ഇളവ് കിട്ടുമെന്ന് പറഞ്ഞ് ജോലിക്ക് വരെ പോവാതെ ഇവിടെ വന്നപ്പോ ആൾക്കാരെ പറ്റിക്കുന്ന ഇടപാടാണ് അവർ കാണിക്കുന്നത്. അവര് ചോദിച്ചപ്പോ അവര് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ പെറ്റിക്ക് ഇളവെന്നുള്ളതല്ല, ആ വീഡിയോ ഫേക്കാണ്. അവര് പറയുന്നത് വീഡിയോ ഫേക്കാണ്, വീഡിയോയിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല, അതൊക്കെയാണ് അവര് പറയുന്നത്. നമ്മൾ പിന്നെ ആ തിരക്കിനിടയിൽ അവർക്ക് നമുക്ക് വീഡിയോ എടുത്ത് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ ആ വീഡിയോയിലെ കമന്റ് വരെ അവിടെ ഇട്ടിട്ടാണ് വന്നത്. ആ കമന്റ് വരെ കാണിച്ചില്ല, തെറിയാണ് ഇട്ടുന്നത്. തെറി ഇനിയിപ്പോ കാശ് അടയ്ക്കുന്നില്ല, അവരെ തൂക്കി കൊല്ലട്ടെ. കാരണം നമ്മൾ കൊലക്കുറ്റൊന്നും ചെയ്തില്ലല്ലോ, അവർ തൂക്കി കൊല്ലട്ടെ. ഇനി എന്തായാലും കാശ് അടയ്ക്കാൻ പോകുന്നില്ല. ആൾക്കാരെ അകത്ത് 500 പേർക്ക് മേളിലുണ്ട്. പക്ഷെ അവിടെ എല്ലാരും നിരാശപ്പെട്ട് പൊക്കോണ്ടിരിക്കുക. അടയ്ക്കുന്നവര് ചിലപ്പോ കാണും, കാരണം കോടതിയിലാണ് ആർക്കടത്തെ. ഇത് എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ ഈ പെറ്റി പൈസ കിട്ടാൻ വേണ്ടി ഇവരെ കാണിച്ച ഫേക്ക് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം
500 പേര് പറഞ്ഞെങ്കിൽ ഒരു 150-200 പേരെങ്കിലും പൈസ അവർക്ക് അടയ്ക്കും. അത് കിട്ടാൻ വേണ്ടിയുള്ള ഉടായ്പാണ് അവർ കാണിക്കുന്നത്. പക്ഷേ ഇത്രയും ആളുകൾ വന്ന് നിരാശപ്പെടുത്തി പോകുന്നു. അതെ, ഇത് ആധികാരികമായ ഒരു ഓഫീസ് ചെയ്യുന്ന ഒരു കവളിപ്പിക്കൽ. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജോലിയും കളഞ്ഞ് വെഞ്ഞാറം ഓട്ടി ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്ന് എനിക്ക് തോന്നുന്നത് ഇവിടെ വണ്ടി വെച്ചതിന് ഒരു പെറ്റി അടിച്ചാണ് മിക്കാറ്. അതും കൂടെ അതൊക്കും വേണ്ടിയാണ് അവരിവരെ വിളിച്ചു വരുത്തിയത്, നമ്മളെ കളിയാക്കാൻ വേണ്ടി. എന്തിനാണ് ഇങ്ങനെ ജനങ്ങളെ പറ്റിച്ച് ഇങ്ങനെ നിൽക്കുന്നത്? നമ്മളല്ലെങ്കിൽ ആ പെറ്റി പയ്യെ ജോലി ചെയ്ത് 500-1000 വെച്ച് ഓരോ ദിവസം അടച്ചു പോയാല്. പക്ഷേ ഇവിടെ നമ്മള് 100 രൂപ കുറഞ്ഞിട്ട്, കാരണം നമ്മള് കഷ്ടപ്പെടുന്ന പൈസ കൊണ്ട് 100 രൂപ കുറഞ്ഞ് കിട്ടിയാൽ കുറയട്ടെ എന്നും പറഞ്ഞാണ് നമ്മൾ ഇത്രയും ബുദ്ധിമുട്ട് ഇവിടെ വന്നത്. അപ്പൊ അവര് മറ്റേ കളിയാക്കുന്ന രീതിയിൽ നമ്മളെ പറഞ്ഞു വിട്ടു. എന്തായാലും ഇനി അടക്കുന്നില്ല, അവർ കൊല്ലട്ടെ, അല്ലെങ്കിൽ വണ്ടി അവരുടെ തിന്നട്ടെ എന്നേ പറയാവുള്ളൂ. എങ്ങനെയാണ് അവിടെ അടച്ചാലോ? നമ്മളവിടെ പോയി അടയ്ക്കാൻ വേണ്ടി പോയായിരുന്നു. പോയിട്ട് അവിടെ പറ്റിയില്ല, കാരണം പൂർണ്ണ പൈസ ഫുള്ളും അടയ്ക്കണമെന്നാ പറയുന്നത്. അവിടെ ചോദിച്ചില്ലേ ആധികാരികമായിട്ടാണ് ഈ വീഡിയോ അടയ്ക്കുന്നുള്ളവര്? കാരണം ഈ വീഡിയോ പോസ്റ്റ് കണ്ടാണ് നിങ്ങൾ വന്നത്. അത് ഫേക്കുന്നവർ പറയുന്നുണ്ട്. ഇത് നിലവിൽ നമ്മളിപ്പോ അടയ്ക്കാൻ വേണ്ടി വന്നപ്പോൾ പറയുന്നത് എമൗണ്ട് ഫുള്ളും അടയ്ക്കണം, വേറെ കുറവൊന്നുമില്ല, അടച്ചേ പറ്റും. ഈ അടച്ചില്ലെങ്കിൽ പിന്നെ വീണ്ടും അതിനുള്ള തുടർ നടപടി നമ്മൾ എടുക്കും. നമ്മള് ഇതില് 50 രൂപ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ 100 രൂപ കുറഞ്ഞു കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ വരുന്നു. അവിടുന്ന് വന്ന വണ്ടിക്കൂലി കൂടെ നമുക്ക് ഇപ്പൊ നഷ്ടമായി. അതേ അവസ്ഥയായി. നിങ്ങൾ അങ്ങനെ തന്നെയാണോ? അതെ, ഞാനും അങ്ങനെ തന്നെയാണ് വന്നത്. ഞാൻ വരുന്നത് ഇവിടുന്ന് കാട്ടാക്കട. അവിടേക്ക് എക്സൈലോട് അടച്ചാൽ മതിയായിരുന്നു. അതെ, അവിടെ ഇവിടെ കോടതിയിലുള്ളത് വരെ ഇവിടെ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ്. പക്ഷെ തികച്ചും ഒരു പറ്റിപ്പാണ്. ഒരു ദിവസം കൊണ്ട് അവർക്ക് കുറെ കളക്ഷൻ ഒപ്പിക്കാനുള്ള ഒരു വ്യാജമായ ഒരു പരിപാടിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അബദ്ധം പറ്റി. ഒരുപാട് പേര് മടങ്ങി തിരിച്ചു പോയിട്ടുണ്ട്. അതെ, പറ്റിക്കപ്പെടുന്ന പറഞ്ഞാൽ വേറൊന്നല്ല, അവര് ഇന്ന് പറ്റി ഇളവുണ്ടെന്ന് പറഞ്ഞാൽ വിളിച്ചു വരുത്തിട്ട് ഇപ്പൊ പറയാണ് അതൊന്നുമില്ല, എല്ലാവരും അടയ്ക്കേണ്ട പറ്റി അടച്ചേ പറ്റുള്ളൂ. അത് ഇപ്പൊ 500 പേര് വന്നപ്പോ തന്നെ അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല. ചോദ്യം ചോദ്യം പറഞ്ഞാൽ നമ്മളെ അയച്ചതല്ല എന്നാണ് അവര് പറയുന്നത്. അവരതൊന്നും പറയുന്നില്ല. നിങ്ങൾ പൈസ അടയ്ക്കും, പൊതുജനം കരുത സിമ്പിളായിട്ട് പറഞ്ഞു. അദാലത്ത് പ്രഖ്യാപിച്ചാൽ വരുന്ന പെറ്റിയുടെ ഒരു പകുതി അടച്ചാൽ മതി എന്നുള്ളൊരു നിർദ്ദേശം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ആളുകൾ എത്തിയത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ ടോക്കൺ കൊടുത്തു, എന്നാൽ പലർക്കും മുഴുവൻ കാശിന് അടയ്ക്കേണ്ടി വന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. എന്താണ് ഇവിടുത്തെ വിഷയം അത് ഒന്ന് ചെറുപ്പം നമുക്ക് നോക്കാം. ഇവിടെ ഒരുപാട് ആളുകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. അവിടെ ഒരു ബോർഡ്, ഈ ബോർഡാണ് ഇപ്പോൾ ജനങ്ങൾ കാരണം തിരുവനന്തപുരം ജില്ലാ മോട്ടോർ വാഹന വകുപ്പ് ജില്ലാ പോലീസ് നടത്തിയ കൊടുത്തുന്ന ഒരിതാണ്. ഇത് യൂട്യൂബ് വഴിയും അതോടൊപ്പം തന്നെ പത്രമാധ്യമങ്ങളുടെയും വന്നിട്ടുണ്ട്. മെഗാ ഇ ചെല്ലാൻ അദാലത്ത് 2025 ഒക്ടോബർ 29 ബുധനാഴ്ച തിരുവനന്തപുരം കിഴക്കോട്ട RTO എൻഫോഴ്സ്മെന്റ് ഓഫീസ് ട്രാൻസ്ഫറാണ്. ഇതിൽ കോടതികൾ വ്യക്തമായി എഴുതിയിട്ടുണ്ട്. കോടതികളിൽ പോയിട്ടുള്ളതും അല്ലാത്തതുമായ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും എല്ലാ ഈ ചെല്ലാനുകളും സമയബന്ധിതമായി തീർപ്പാക്കുവാൻ ഈ അവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. UPI ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡ് എന്നിവ മുഖേന മാത്രം പിഴ സ്വീകരിക്കുന്നതാണ്. ഈ ഒരു ബോർഡാണ് പബ്ലിഷ് ചെയ്തത്. എന്നാൽ ചില യൂട്യൂബറോ അല്ലെങ്കിൽ മറ്റു ചില ആളുകളോ പകുതി കാശ് അടച്ചാൽ മതി എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇവിടെ രാവിലെ തന്നെ എത്തിയത്. എങ്ങനെ ഇവിടെ പിഴ അടയ്ക്കാൻ വന്നതാണോ? എങ്ങനെയാണ് ഇപ്പോ വന്നത്? എന്ത് പറഞ്ഞിട്ടാണ് വന്നത്? അവര് പറഞ്ഞായിരുന്നോ പകുതി കാശാണ് അദാലത്ത് എന്ന് പറഞ്ഞാൽ പകുതി കാശാണ്? പക്ഷെ അവര് കൊടുത്തിരിക്കുന്ന ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് കോടതിയിൽ പോകേണ്ടത് ഇവിടെ വച്ച് തീർക്കാൻ പറ്റും എന്നുള്ളത് മാത്രമേ അവർ പറഞ്ഞിട്ടുള്ളൂ എന്നാണ്. ഇപ്പോ കൂടുതൽ ഇനിയും ആളുകൾ മുകളിലുണ്ടോ? ഉണ്ട്. പക്ഷെ ഇത് നമ്മള് ഓൺലൈൻ അടയ്ക്കുന്നതിന് പകരം ഇവിടെ അടച്ചപ്പോൾ മുഴുവൻ അടയ്ക്കണം. ഓക്കെ. കാരണം അങ്ങനെ ഒരു പരസ്യം ഇവര് ആധികാരികമായി കൊടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ ട്രാഫിക് പറയുന്നത്, RTO പറയുന്നത്. ഓക്കെ, ഇതാണ് ഇപ്പോൾ അവർ ആധികാരികമായി കൊടുത്തിരുന്നത്. ഓക്കെ, അത് ധാരാളം ആളുകൾ ഇപ്പോൾ ഇതിനകത്ത് വന്നു. മുകളിൽ ബഹളം അത് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ കോടതി പോയി അടയ്ക്കേണ്ട പിഴകൾ ഇവിടെ അടയ്ക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു മെഗാ ഇ ചെല്ലാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഇതിന് കാശ് പകുതി അടച്ചാൽ മതി എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് പല ആളുകളും ഇവിടെ എത്തിയത്. അവരാണ് ഇപ്പോൾ പ്രശ്നമുണ്ടാക്കിയത്. അവരുടെ ബൈറ്റാണ് നമ്മൾ നേരത്തെ പ്രേക്ഷകർ കണ്ടത്. എന്തായാലും ഇതിലെ ഒരു സ്വാഭാവികമായും ഈ ഒരു ആധികാരികമായി കൊടുത്ത ഈ ഒരു അദാലത്തിന്റെ ഈ ഒരു നോട്ടീസ് ഇതിനെ ഒന്ന് പകുതി കാശ് അടച്ചാൽ മതി എന്ന് ഫേസ്ബുക്ക് യൂട്യൂബിൽ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ ഇത്രയും ഇവിടെ തടിച്ചുകൂടിയത്. എങ്ങനെ അറിഞ്ഞാണ് വന്നത്?
അതായത് അദാലത്ത് ഈ പകുതി കാശാണെന്നുള്ളൊരു വാർത്ത കേട്ടതാണ്. പിന്നെ 500 മുകളിലാണ് ടോക്കൺ കിടക്കുന്നത്. അപ്പൊ 500 മുകളിൽ ടോക്കൺ കിടക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നലെ ഉച്ചയ്ക്ക് ഇനി പറ്റത്തുള്ളൂ. 500 കൊടുക്കുന്നു. പക്ഷേ ഈ കാശ് മുഴുവൻ അടയ്ക്കണം. കാശ് നമ്മളിപ്പോ ഇപ്പൊ ഓൺലൈൻ കയറി അടച്ചു ഞങ്ങള്. ഇതിനേക്കാൾ എളുപ്പമാണ്. ഇവിടെ വന്ന് ഓൺലൈൻ 10-300 എണ്ണ അടിച്ച് ഇവിടെ വന്നിട്ട് ഓൺലൈൻ കയറി അടച്ചിട്ടാ. പക്ഷെ അവരും പറയുന്നത് ഞങ്ങൾ അങ്ങനെ ആധികാരികമായി കൊടുത്തിട്ടില്ല. കൊടുത്തത് ഇതാണ്, കാരണം കോടതിയിൽ അടയ്ക്കേണ്ട അദാലത്തുകൾ പിഴകൾ ഇവിടെ അടയ്ക്കാം. ആ ഒരു അദാലത്ത് മാത്രമേ പ്രഖ്യാപിച്ചുള്ളൂ എന്നാണ് അവർ. യെസ്, ഓക്കെ, ആണല്ലേ. അപ്പൊ ഈ പല ആളുകളും ഇവിടെ അടയ്ക്കാൻ വന്നതിന് ശേഷം പറ്റിക്കപ്പെട്ടു എന്നുള്ള നിലയ്ക്കാണ് ഇവിടെ സംസാരം പോയത്. ചില ആളുകളെങ്കിലും വന്നതിന് ശേഷം മുഴുവനും ഇവിടെ അടയ്ക്കാൻ സാധിക്കുന്നില്ല എന്നൊരു അഭിപ്രായവും ഇവിടെ കേൾക്കുന്നുണ്ട്. നിങ്ങൾ അടച്ചോ? എങ്ങനെ പോയപ്പോ എന്ന് പറഞ്ഞു? ഇത് പകുതിയാണ് അദാലത്ത് എന്ന് പറഞ്ഞാൽ പകുതിയാണ്. പക്ഷെ അവരുദ്ദേശിക്കുന്ന അദാലത്ത് എന്ന് പറയുന്നത് കോടതിയിൽ അടയ്ക്കേണ്ടത് ഇവിടെ അടയ്ക്കാനുള്ള സൗകര്യം ചെയ്തു തരാനാണ്. പക്ഷെ അങ്ങനെ അടയ്ക്കുന്നവർക്ക് ഇപ്പൊ 3 ഘട്ടമായിട്ട് വേറെ എവിടെ പോയി അടക്കണം എന്നാണ് ഇപ്പൊ പറഞ്ഞത്. അതാ ഇവിടെ ഉണ്ട്, കോടതിയിൽ പോയിട്ടുള്ളതും അല്ലാത്തതുമായ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും എല്ലാ ഇനങ്ങളും നിർബന്ധമായി അടയ്ക്കാൻ സാധിക്കും. പക്ഷെ അത് ഇവിടെയുള്ള ജീവനക്കാർ അറിഞ്ഞിട്ടില്ലെന്നാണ് പറയുന്നത്. എവിടെ നിന്നാണ് വന്നത്? നെടുമങ്ങാടുന്നാണ്. ഓക്കെ, അവിടെ നിന്നാണ് വന്നത്. എങ്ങനെ ഇപ്പൊ പക്ഷെ നിരാശയായി? ഇതിനേക്കാളും ഇത്രയും തുകയാണെങ്കിൽ അവിടെ തന്നെ അടച്ചാൽ മതിയായിരുന്നു അല്ലേ? ഓക്കെ. അപ്പോ എന്തായാലും പ്രേക്ഷകർ കണ്ടതുപോലെ തന്നെ, കാരണം ഈ പറഞ്ഞ പകുതി കാശ് എന്നുള്ളത് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ കോടതിയിൽ പോയിട്ടുള്ളതും അല്ലാത്തതുമായ മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെയും എല്ലാം ചെല്ലാനും സമയബന്ധമായി തീർക്കാനുള്ള അവസരം എന്നുള്ളതാണ് ഇത്. അത് പ്രതീക്ഷ വന്നിട്ടും നടന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും അറിയാൻ സാധിക്കുന്നത്. എന്നാൽ ഈ വൈപ്പ് ഒന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ അദാലത്ത് എന്ന് പറഞ്ഞതൊരു തട്ടിപ്പായി പോയി എന്നുള്ളതാണ് ഇപ്പോൾ ജനങ്ങളുടെ അഭിപ്രായം. എങ്ങനെ അത് അടയ്ക്കാമെന്നാണോ? എന്നാലും എങ്ങനെ കോടതിയിലെ കേസാണ്? ഇവിടെ ഒന്ന് പകുതി കാശ് എന്ന പ്രതീക്ഷയാണോ വന്നത്? എന്നാൽ അങ്ങനെയല്ല സംഭവം. ഇത് പറ്റൂല എന്നാണ് ഇപ്പോൾ പറഞ്ഞത്. കാരണം എല്ലാവരും വന്നു, ഏകദേശം 700-ഓളം വന്നു. 500 രൂപ ടിക്കറ്റ് കൊടുത്തു. ഇനിയിപ്പോൾ കൊടുക്കുന്നില്ല, കാരണം മുഴുവൻ തുകയും അടയ്ക്കണം എന്നുള്ള സിസ്റ്റം തന്നെയാണ് ഇവിടെ ഉള്ളത്. എന്നാൽ കോടതികളിലും മറ്റും അടയ്ക്കേണ്ടത് ഇവിടെ അടയ്ക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും പ്രതീക്ഷയോട് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ലൈവ് ഇവിടെ വൈൻഡിപ്പാണ്. പ്രേക്ഷകർ പരമാവധി ഷെയർ ചെയ്യണം. എവിടെയോ എന്തൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പറ്റിയതിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ പകുതി കാശ് അടച്ചാൽ മതി എന്നുള്ളത്. സത്യത്തിൽ അദാലത്ത് എന്ന വാക്ക് അത് ഉപയോഗിക്കുമ്പോൾ തന്നെ പകുതി എന്തെങ്കിലും ഒരു കുറവുണ്ടാകും എന്നുള്ളതാണ് അദാലത്തോട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതിപ്പോൾ നടപ്പിൽ വരുത്തില്ല, നടക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്നാൽ നിങ്ങളുടെ കമന്റ്സ് പ്രതീക്ഷയോട് പുതിയ ന്യൂസുമായി കാണുന്നത്. തൽക്കാലം വിടാം. ബൈ.